എന്ന് പറഞ്ഞാലോ യാതൊരു തടസ്സവുമില്ലാതെ. അപ്പൊ ഇവിടെ നമ്മുടെ മനസ്സാകുന്ന ചന്ദ്രൻ, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സൂര്യനാകുന്ന ചൈതന്യം, ഭൂമിയാകുന്ന ശരീരം, ഈ മനസ്സാകുന്ന ചൈതന്യം, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ കുറച്ചു മാത്രമേ ശരീരത്തിലേക്ക് പ്രകടിപ്പിക്കുന്നുള്ളൂ എങ്കിൽ ഈ ശരീരം കലാവതാരമാണ്. കൂടുതൽ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലോ അംശാവതാരമാണ്. മുഴുവൻ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലോ. അപ്പൊ നമ്മുടെ ആ അവതാരത്തിന്റെ ശക്തി നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന്റെ ശക്തി നിശ്ചയിക്കുന്നത് ചൈതന്യമല്ല. അതിന്റെ ശക്തി നിശ്ചയിക്കുന്നത് ആരാണ്? മനസ്സാണ്. മനസ്സിലായോ അറിയില്ല നിങ്ങൾക്ക്? നിങ്ങളുടെ മുഖം നിങ്ങൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് കണ്ണാടിക്ക് എത്ര സുതാര്യത ഉണ്ടോ, വ്യക്തത ഉണ്ടോ, നിങ്ങളുടെ മുഖം സ്പഷ്ടമായി കാണും. അതിൽ പൊടിയും മറ്റുമൊക്കെ പറ്റിയിട്ടുണ്ടോ, നിങ്ങളുടെ മുഖം അത്രയും വ്യക്തമല്ലാതെ നിങ്ങൾ കാണും. കുറേ അതിൽ കറ പിടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കരി പിടിച്ചിട്ടുണ്ടോ, ഒട്ടും കാണില്ല. നിങ്ങളുടെ മുഖത്തെ അല്ല ക്ലിയർ ആക്കേണ്ടത് കണ്ണാടിയാണ്. ഇതുകൊണ്ടായിരിക്കാം നമ്മുടെ പൂർവികന്മാര് കൂടുതൽ പ്രാധാന്യം ഏതിന് കൊടുത്തത്? മനസ്സിന് കൊടുത്തിരിക്കുന്നത്. കാരണം ഈശ്വരന്റെ ശക്തി അനുഭവിക്കണമെങ്കിൽ അത് അനുഭവിക്കാനുള്ള ഉപകരണം മനസ്സാണ്. അപ്പൊ നമ്മളെ തളർത്തുന്നത് ആരാണ്? ഭഗവാൻ ഇല്ലാത്തത് കൊണ്ടാണോ തളരുന്നത്? ഭഗവാൻ ഇല്ലാത്തത് കൊണ്ടല്ല തളരുന്നത്. മനസ്സ് ഭഗവാനിൽ നിന്നും അകന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പ്രയത്നിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭാഗവതം കേൾക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും ഗീത വായിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? എല്ലാം മനസ്സിനെ ക്രമേണ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിനെ എത്ര അടുപ്പിച്ച് കൊണ്ടുവരുന്നോ അത്ര നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും, നിങ്ങൾക്ക് ബോധ്യമാവും. കൂടെ എപ്പോഴും ആരുണ്ട്? അപ്പോ ആളുകൾ അമ്പലത്തിലൊക്കെ ഓടാനുള്ള കാരണം, അവിടെയാണ് ദൈവം എന്ന് ഉറപ്പിക്കാൻ കാരണം, അവരുടെ മനസ്സ് അത്രയും ദുർബലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കൂടെയല്ല ഭഗവാൻ, ഭഗവാൻ ഇവിടെയാണ്. അപ്പൊ അങ്ങനെ പറയാൻ കാരണം അവരുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനിൽ നിന്നും മനസ്സത്രയും അകന്നിരിക്കുകയാണ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? വളരെ ശ്രദ്ധിക്കൂ. അതുകൊണ്ട് ഇവരൊക്കെ അംശങ്ങളാണ്, കലകളാണ്. എന്നാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, പൂർണ്ണാവതാരം കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് ആരാണോ ഈ ഭഗവാന്റെ ജന്മഗുഹ്യം ഭഗവതോ ഏതൽ പ്രേതോ നരാം സായം പ്രാതർഘ്ണൻ ഭക്ത്യ ദുഃഖഗ്രാമാൽ വിമുച്യതേ. എല്ലാ ദുഃഖത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ മുക്തമാക്കാൻ ഈ അവതാരങ്ങളുടെ ജന്മ രഹസ്യം, അവരുടെ ലീലകളുടെ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ ഭാഗവതത്തിലൂടെ ഇത് മുഴുവൻ വിസ്തരിച്ച് പറഞ്ഞു തരാൻ പോകുന്നു എന്ന് വേദവ്യാസ മഹർഷി പറയും. എന്നിട്ട് പറഞ്ഞു, യഥാ നഭസി മേഘാഗോ രേണുർവാ പാത്തിവോനിലേ ഏവം ദൃഷ്ടരി ദൃശ്യത്വം ആരോപിതം അബുദ്ധിബി. യഥാ നഭസി മേഘാഗോ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂ, കാർമേഘം കാണാം. നല്ല ഉദാഹരണങ്ങളാണ്. വ്യാസഭഗവാന്റെ ഓരോ ഉദാഹരണം ഉണ്ടല്ലോ, ഗംഭീരങ്ങളാണ്. എപ്രകാരമാണോ ആകാശത്തിൽ നമ്മൾ കാർമേഘങ്ങൾ കാണുന്നത്, ആ കാർമേഘത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയും ഇന്ന് ആകാശം മുഴുവൻ മേഘം കൊണ്ട് നിറഞ്ഞിരിക്കണമെന്ന്. അങ്ങനെയല്ലേ പറയാറ് സാധാരണ? എന്നാൽ നമ്മൾ കാണുന്ന ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കാർമേഘം. ആകാശത്തിന്റെ ആ വ്യാപ്തിയിലേക്ക് നോക്കുമ്പോണ്ടല്ലോ, കാർമേഘത്തിന് ഒരിക്കലും ആകാശത്തിനെ മറയ്ക്കാൻ സാധ്യമല്ല. പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കാർമേഘം എന്ന് പറയുന്നത് എത്രയോ താഴെയാണ്, അതിനപ്പുറത്തൊന്നും ഇല്ല കാര്യം, വീണ്ടും വിശാലമായിട്ട് കിടക്കുകയാണ്. പക്ഷെ താഴെ നിൽക്കുന്നവൻ ആകാശത്തേക്കാൾ കൂടുതൽ കാണുന്നത് കാർമേഘമായതുകൊണ്ട് അവൻ ആ വിശാലമായ വിസ്തൃതമായ ആകാശത്തെ ചെറുതായി കാണണം. ഇതുപോലെ തൻ്റെ ചെറിയ മനസ്സിലൂടെ തൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ അവന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ ഭഗവാനെ കാണുന്നതിന് ആര് തടസ്സം സൃഷ്ടിക്കുന്നു? നിങ്ങൾ ഉദാഹരണത്തിന്റെ കൂടെ വന്നില്ല. ആകാശമായിരിക്കുന്ന ചൈതന്യം, ആ ആകാശത്തെ പരിപൂർണമായി കാണാൻ തടസ്സം സൃഷ്ടിക്കുന്ന ആ മനസ്സിന് സുതാര്യതയില്ല. അവൻ അത്രയേ അത് മനസ്സിലാക്കിയുള്ളൂ. അതുകൊണ്ടായിരിക്കാം ചില ആളുകളുണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ എന്നും ദുഃഖമേറ്റിക്കൊണ്ട് നടക്കുന്നത്, പുറത്തു കടക്കാൻ പറ്റുന്നില്ല. എന്നും ചില വിഷമങ്ങളേറ്റിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. എനിക്കെന്നും വയ്യ, ഞാനെന്നും ഒരു കുറ്റം ചെയ്തവനാണ്, ഞാനെന്നും തെറ്റ് ചെയ്തവനാണ്, ഞാനെന്നൊരു പാപിയാണ്, ഞാനെന്നും ഇങ്ങനെയാണ്. ഇങ്ങനെ തന്നെ തളർത്തി ആ കാർമേഘത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, ഉണ്ടല്ലോ, ഇഷ്ടംമാതിരി ആളുകളെ കാണാം. അതുകൊണ്ട് ആരാണോ നഭസി മേഘാഗോ രേണുർവാ പാർത്ഥിവോനിലേ,
മറ്റൊരു ഉദാഹരണം പറയാണ്. പൊടിക്കാറ്റ് വരുന്നു, ഭൂമിയിലെ പൊടി കാറ്റിലൂടെ വരുന്നു. കാറ്റിന്റെ ചെറിയൊരംശത്തിൽ മാത്രമാണ് ആരുള്ളത്? പൊടിയുള്ളത്. പക്ഷെ നമ്മൾ ആ പൊടിക്കാറ്റ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു കാറ്റിൽ മുഴുവൻ ആര് തന്നെയാണ്? പൊടി തന്നെയാണ്. ആ ചെറിയ പൊടി വലിയൊരു കാറ്റിന്റെ വൈഭവത്തെ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നത് പോലെ ആരാണോ തന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ മനസ്സിലാക്കാതെ ദൃശ്യത്വം ആരോപിതം അബുദ്ധിവി, അവന് കാണുന്നതാണ് ദൈവം എന്ന് തോന്നുന്നുവെങ്കിൽ, ഈ അവതരിച്ചിരിക്കുന്ന അവതാരം മാത്രമാണ് ദൈവം എന്ന് തോന്നുകയാണെങ്കിൽ അവൻ അബുദ്ധിവി. അവൻ ആരാണ്? ബുദ്ധിയില്ലാത്തവനാണ്. അപ്പൊ നമ്മൾ അവതാരങ്ങളെ കാണേണ്ടത് വേറൊരു ദൃഷ്ടിയിലൂടെയാണ്. അത് നമുക്ക് കാണിച്ചു തരും. ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട്, കേവലം നിങ്ങളൊരു മനുഷ്യരൂപം എടുത്ത ആളായിട്ട് എന്നെ നിങ്ങൾ കാണരുത്. ഭഗവത്ഗീതയിൽ അതിഗംഭീരമായ ശ്ലോകമാണ്, അവചാനന്ദിമാമൂഢ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ദ മമ ഭൂതമഹേശ്വരം. എന്നെ കേവലം ഒരു മനുഷ്യന്റെ രൂപത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അബുദ്ധികളാണ്, നിങ്ങൾ മൂഢന്മാരാണ്. മമ ഭൂതമഹേശ്വരം, ഞാൻ എവിടെ ഇരിക്കുന്നു? എല്ലാവരുടെയും ഉള്ളിലിരിക്കും. മനസ്സിലല്ലല്ലോ ഇരിക്കുന്നത്, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു. എന്തിനാ ഈ ഉള്ളിലിരിക്കുന്നു പറയുന്നത് വെച്ചാൽ മനസ്സ് പോലും ഇരിക്കുന്നത് അതാ കോൺസെപ്റ്റ് നിങ്ങൾ ഉറപ്പിക്കുക. കാരണം കുട്ടിക്കാലത്തെ നിങ്ങൾ ഉറപ്പിച്ച് വന്നിരിക്കുകയാണ് മനസ്സിലാണ് എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്രകാരം മനസ്സിനെ മാറ്റിയെടുക്കണം. അതുകൊണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യേനം മഹൽ തദിദം ഗ്രാഹയാമാസ സുതം ആത്മവദം വര സർവവേദേതിഹാസാനം സാരം സാരം സമുദ്രം സതു സംശ്രയാമാസ മഹാരാജം പരീക്ഷിതം. ഇപ്രകാരം ഭാഗവതം എന്ന് പറയുന്ന ഈ പുരാണം നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് വേദവ്യാസ മഹർഷി രചിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നിശ്രേയസായ, ഈ പറഞ്ഞിരിക്കുന്ന ശ്രേയസിനെ നമുക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ട്. വേദേതിഹാസാനം സാരം സാരം, വേദത്തിലുള്ള സാരത്തെ തന്നെയാണ് കഥാരൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ മനസ്സിനെ ഉയർത്തും എന്നുറപ്പ് തന്നുകൊണ്ട് പറയുന്നു, പ്രായോപവിഷ്ടം ഗംഗായം പരീതം പരമർഷഭി കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിവിസ്സഹ. ഇവിടെ പരീക്ഷിത്ത മഹാരാജാവിന്റെ മനസ്സിനെ ഉയർത്താൻ ഭാഗവതത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെയും ഉയർത്താൻ ആർക്ക് സാധിക്കും? ഭാഗവതത്തിന് സാധിക്കും. അപ്പൊ ഭാഗവതം എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ്. നമ്മൾ മുഖം നോക്കുമ്പോൾ, കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ മുഖം കാണുന്നു. എന്നാൽ ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നതോ ഏത് കണ്ണാടിയാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ കാണിച്ചു തരുന്ന കണ്ണാടിയാണ് ഏത്? ഭാഗവതം. നമ്മൾ അതിന്റെ മുഴുവൻ വ്യാപ്തി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇന്ന് നമ്മൾ കാണുന്നത് മനസ്സാകുന്ന കണ്ണാടിയിലൂടെയാണ്. ഇനി ആ മനസ്സാകുന്ന കണ്ണാടി ഒന്ന് മാറ്റി നിർത്തി ഭാഗവതമാകുന്ന കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വൈഭവം മനസ്സിലാവും. ഒരു ഗ്രാമത്തിലെ ഒരു കഥ ഓർക്കുകയാണ് ഞാൻ. ആ നാട്ടിലുള്ളവരൊന്നും കണ്ണാടി കണ്ടിട്ടുണ്ടായിരുന്നില്ല, കണ്ണാടിയേ ഇല്ല അവിടെ. അങ്ങനെ ഒരു നാടുണ്ടെങ്കിൽ എത്ര ഗെയിമായിരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതൽ സമയം നമ്മൾ കണ്ണാടിയിലാണ്. കണ്ണാടിയിൽ ഇല്ലെങ്കിലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോ ആ നാട്ടിൽ ആരുടെ വീട്ടിലും കണ്ണാടിയില്ല. അങ്ങനെ ഇരിക്കും ഒരു വീട്ടിലെ കർഷകൻ, കൃഷിപ്പണിയാണ്, രാവിലെ ഉഴാൻ വേണ്ടി പോയതാ. നിലം ഉഴുതുകൊണ്ടിരിക്കുമ്പോ ഒരു സാധനം വീണ് കിട്ടി നിലത്തുനിന്ന്. അതിലേക്ക് നോക്കിയപ്പോ ഉണ്ട് നല്ലൊരു മുഖം, ഒരു അന്തസ്സുള്ളൊരു മുഖം. ഇദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു, ഒരുപക്ഷെ എന്റെ മരിച്ചുപോയ അച്ഛന്റെ രൂപമായിരിക്കും. അദ്ദേഹം നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കുമ്പോൾ മുഖം വൃത്തിയായി വരുന്നു. വേഗം അത് തുടച്ച് വൃത്തിയാക്കി തന്റെ വീട്ടിൽ തന്റെ പെട്ടിയിൽ കൊണ്ടുവച്ചു. അച്ഛന്റെ രൂപമാണേ, അതിടയ്ക്കിടയ്ക്ക് എനിക്ക് തൊഴാലോ, എന്തോ അച്ഛന്റെ ഒരു ചിത്രം കിട്ടിയല്ലോ, ഇങ്ങനെയായിരിക്കും എന്റെ അച്ഛൻ എന്നുള്ളത് തോന്നുന്നു. നല്ലവണ്ണം മുഖച്ചായ എന്റെ അച്ഛന്റെ. അപ്പൊ ഇദ്ദേഹം രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് പെട്ടി തുറക്കും, ഭവ്യതയോടുകൂടി പോകും. ഒരു ദിവസം ഭാര്യ നോക്കി, എന്താവോ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്ന്. ഇങ്ങോട്ട് പോയതും പെട്ടി അങ്ങോട്ട് തുറക്കും. വെറുതെ അല്ല ഈ മനുഷ്യൻ നോക്കണത്, ഇങ്ങനെ സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണിനെ എവിടുന്ന് കിട്ടിയാവോ ഇയാൾക്ക്? ഏതോ ഒരു കോന്തത്തിയുടെ ഫോട്ടോ വെച്ചിട്ട് പെൺകോന്തൻ, ചീ
ഭർത്താവാണത്ര, വരട്ടെ കാണിച്ചു തരാന്നാണ്. അന്ന് കഞ്ഞിയുമില്ല പുഴുക്കുമില്ല. സാധാരണ പാടത്തേക്ക് കൊണ്ടുപോകണ ഇങ്ങൊരു വിശന്നല്ല വീട്ടിലേക്ക് വരുന്ന സമയത്തുണ്ട്. എന്തു പറ്റി നിനക്ക്? കൊണ്ടുവച്ചില്ലേ ഒരുത്തിയുടെ ഫോട്ടോ, വാങ്ങിച്ചു കഴിച്ചോ? ആരുടെ ഫോട്ടോ? ഇതേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നാണമല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുമ്പോ മറ്റൊരു പെണ്ണിന്റെ കൂടെ നാണം കെട്ട് പോണു. നീ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. വെച്ച് പൂജിക്കുന്നില്ലേ ഒരുത്തിയെ? ഇദ്ദേഹം പറഞ്ഞു, നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. അപ്പോഴേക്കും എടുത്തുകൊണ്ട് വന്നു. നോക്ക്, ഇതാരുടെയാ? എന്റെ അച്ഛന്റെ ഫോട്ടോ. നിങ്ങളുടെ അച്ഛൻ? എന്നെ കൊണ്ട് കലി പിടിപ്പിക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം. നോക്കു, പെണ്ണിന്റെ അല്ലത് എന്റെ അച്ഛന്റെയാണ്. ഇത് കേട്ട് ബഹളം കേട്ട് അവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. അവിടുത്തെ പൂജാരി പൂജ കഴിഞ്ഞ് പോവുകയാണ്. എന്താ 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 രാമൻ നിന്റെ വീട്ടിലെന്ന് ബഹളം. വന്നു നോക്കുമ്പോൾ രണ്ടുപേരുടെ കയ്യിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇവള് പെണ്ണാ പറയണ്ട, അയാൾ എന്റെ അച്ഛനാന്ന് പറയുന്നുണ്ട്. അവസാനം ഇദ്ദേഹം വാങ്ങിച്ചപ്പോ രുദ്രാക്ഷമാല കഴുത്തില്, നല്ല മുടി, ഗോപിക്കുറി. ഇതെന്റെ പൂർവികരുടെ ഫോട്ടോ ആണല്ലോ, ഇതെവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? അപ്പൊ ഭാര്യ പറയാണ്, സപ്പോർട്ട് ചെയ്യാൻ ഒരാളും കൂടി വന്നിരിക്കണം. ഇനിയിപ്പോ അയാളുടെ പൂർവികരുടെ ഫോട്ടോ ആണത്രേ, ഇതിലൊരു പെണ്ണിന്റെ ഫോട്ടോ ആണ്. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നോക്ക്, ഇത് നിങ്ങളുടെ പൂർവികരും അല്ല, ഇത് നിന്റെ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഒന്നുമല്ല, ഇത് എന്റെ അച്ഛന്റെ ഫോട്ടോ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം. ആ സമയത്ത് അവിടെ ഈ പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരാൾ വന്നു. അയാൾ ഇങ്ങനെ സാധനങ്ങൾ കളക്ട് ചെയ്ത് പ്ലാസ്റ്റിക് പാത്രങ്ങളും കുപ്പികളും ഒക്കെ കളക്ട് ചെയ്ത് പോകുമ്പോൾ ഈ ശബ്ദകോലാഹലം കേട്ടിട്ട് എന്താ എന്താ അവിടെ ഒരു ബഹളം എന്ന് അയാൾ വന്നു നോക്കുമ്പോൾ അയാൾ പിന്നെ ആരുടെയെന്നൊന്നും പറഞ്ഞില്ല. അയാൾ പറഞ്ഞു, ഈ സാധനത്തിനാണ് കണ്ണാടി എന്ന് പറയാ. ഞാൻ അന്യനാടുകളിലൊക്കെ സാധനം വിൽക്കാൻ പോയപ്പോഴേ അവിടെ കണ്ടിട്ടുണ്ട് ഈ സാധനം. എവിടുന്നോ വീണ് പൊട്ടിയത് ആരോ കൊണ്ടുപോയിട്ടതായിരിക്കാം. അപ്പൊ അവര് എന്ത് കണ്ണാടി എന്ന് പറഞ്ഞാൽ